ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 വോയിസ് ഓഫ് യൂണിസൺ എന്ന് പറയുന്ന യൂണിറ്റിലെ ഫുൾ ആക്ടിവിറ്റീസ് വിത്ത് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ആക്ടിവിറ്റി 1 വേർഡ് ഹണ്ട്. ലുക്ക് അറ്റ് ദ വേർഡ് ടുഗെദർ. ഫൈൻഡ് ആസ് മെനി വേർഡ്സ് ഫ്രം ദ വേർഡ്. ടുഗെദർ എന്ന വേർഡിൽ നിന്ന് പുതിയ എത്രത്തോളം വേർഡ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത് ട്രൈ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഈച്ച് വേർഡ് യു ഗെറ്റ് ഇൻസൈഡ് എ സ്റ്റാർ. അപ്പോൾ ഈ ടുഗെദർ എന്ന വേർഡിന് പുതിയ ന്യൂ വേർഡ്സ് കിട്ടുന്ന ഓരോ സ്റ്റാറിലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. യു വിൽ ഗെറ്റ് 5 stars ഇഫ് യു റൈറ്റ് 5 വേർഡ്സ്. ഇപ്പോൾ ഓരോ സ്റ്റാറിലും ഈ ടുഗെദർ എന്ന വേർഡിൽ നിന്ന് കിട്ടുന്ന പുതിയ വേർഡ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 എണ്ണം എഴുതി കഴിഞ്ഞാൽ 5 stars കിട്ടും. അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ അവർ ഗോ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം ഇവിടെ ജിയും ഉണ്ട് ഓയും ഉണ്ട്. അപ്പം ഈ ടുഗെദർ എന്ന വേർഡിന് ഗോ എന്നൊരു പുതിയ വേർഡ് നമുക്ക് കിട്ടി. അടുത്തത് നമുക്ക് ഈ ടുഗെദർ എന്ന വേർഡിൽ നിന്ന് പുതിയതായിട്ട് എന്ത് വേർഡ് കിട്ടും നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇതിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം HER, ഹെയർ. ഹെയർ എന്ന് പറയുന്ന പുതിയൊരു വേർഡ് കിട്ടും. പിന്നെ അടുത്തത് GET, ഗെറ്റ് എന്ന് പറഞ്ഞൊരു വേറെ വേർഡ് കിട്ടും, GET. അടുത്തത് there, THERE, there എന്ന് പറയുന്ന പുതിയ വേറൊരു വേർഡ് കിട്ടും. പിന്നെ അടുത്ത വേർഡ് എന്ന് പറയുന്നത് TO എന്ന് പറയുന്ന വേറൊരു വേർഡ് കിട്ടി. അങ്ങനെ വേറെ വേർഡ് എന്ന് പറയുന്നത് TEETH, ദാറ്റ് ഈസ് ടീത്ത്. അങ്ങനെ നമുക്ക് പുതിയ വേർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഹെയർ, ഗെറ്റ്, there, to, teeth. Activity number 2, my color, my pride. Okay. The rainbow people are excited to talk about their new colors. Okay, rainbow people അവരുടെ പുതിയ കളേഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ അവർ എക്സൈറ്റഡ് ആണ്. വാട്ട് വിൽ ദേ സേ അബൌട്ട് ദെയർ കളേഴ്സ്? അവർ പുതിയ കളേഴ്സിനെ പറ്റി എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്കിവിടെ നോക്കാം. അവർ എക്സാമ്പിൾ ആയിട്ട് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബ്ലൂ കളർ. ഐ ആം ബ്ലൂ, ഞാൻ ബ്ലൂ ആണ്. I am the color of the sky. സ്കൈന്റെ കളർ ബ്ലൂ ആണ്. The world's largest animal has my color. വേൾഡിലെ ലാർജസ്റ്റ് മൃഗത്തിന് എൻ്റെ നിറമാണ്. ആ ലാർജസ്റ്റ് ആനിമൽ എന്ന് പറയുന്നത് ബ്ലൂ വെയിലാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് യെല്ലോ കളറാണ്. I am yellow, ഞാൻ യെല്ലോ ആണ്. I shine like the sun, ഞാൻ സൂര്യനെ പോലെ തിളങ്ങും. I am the color of sunflower. സൺഫ്ലവർ എന്ന് പറയുന്ന പൂവിന് യെല്ലോ കളറാണ്. നെക്സ്റ്റ്, നൗ ലെറ്റ്സ് സീ വാട്ട് റെഡ് ആൻഡ് ഗ്രീൻ സേ അബൌട്ട് ദംസെൽസ്. ഇത് നമ്മൾ തന്നെ ഫില്ല് ചെയ്യണം. ഫസ്റ്റ് റെഡ് കളർ. ഇപ്പം നമ്മൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് റെഡ് കളർ. ഐ ആം റെഡ്, ഞാൻ റെഡ് ആണ്. ഐ ആം ദ കളർ ഓഫ് ബ്ലഡ്, ബ്ലഡിന് എൻ്റെ കളറാണ്, റെഡ് കളറാണ്. ബീംസ് ഓഫ് സെറ്റിംഗ് സൺ ഇസ് ലൈക്ക് മീ, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അതിൻ്റെ രശ്മികളുടെ കളറും റെഡ് ആണ്. നെക്സ്റ്റ് ഗ്രീൻ. ഗ്രീൻ, ഐ ആം ഗ്രീൻ, ഞാൻ ഗ്രീൻ ആണ്. ഐ ആം ദ കളർ ഓഫ് ലഷ് ഗ്രാസ്, ലഷ് ഗ്രീൻ ഗ്രാസസ്, പച്ചപ്പ് പിടിച്ച പുല്ലിന് പച്ച കളറാണ്. ഐ ആം ദ കളർ ഓഫ് നേച്ചർ, പ്രകൃതിന്റെ കളറും പച്ചയാണ്. Next activity, activity 3, feelings in the words. Wow, what a beautiful sight. Wow, എന്ത് നല്ല സീനറി ആണ്. The word wow shows surprise. Here some words that show different emotion. ഇവിടെ ചില വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഡിഫറെന്റ് ഇമോഷൻസ് പറയുന്ന ചില വേർഡ്സുകൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. Fill in the blanks using words given below that matches the situation. ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. Wow, alas, ouch, yeah, hooray. നമുക്ക് ഫസ്റ്റ് ഇതിന്റെ മീനിങ്സ് പഠിക്കാം. Wow, ആശ്ചര്യം. alas, കഷ്ടം. ouch, അയ്യോ. yay, അതെ. hooray, ജയഘോഷം. ഇനി ഇവിടെ കുറച്ച് സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. ഈ വേർഡ്സ് വെച്ചിട്ട് നമുക്ക് ഈ fill in the blanks ഫില്ല് ചെയ്യാം. We have played well, dash we lost the game. നമ്മൾ നന്നായിട്ട് കളിച്ചു, പക്ഷെ ഭാഗ്യമില്ലാത്തത് കാരണം we have lost the game. അപ്പം ഇവിടെ എന്താണ്
എന്താ പറയുക, നഷ്ടപ്പെട്ട ഗെയിമിന് റിലേറ്റ് ചെയ്ത ഒരു വേർഡ്. ഇതിൽ വരുന്നത് അലാസ്, കഷ്ടം. കഷ്ടം, വി ലോസ് ദ ഗെയിം. വി പ്ലേഡ് വെരി വെൽ, അലാസ് വി ലോസ് ദ ഗെയിം. ഓക്കെ, നെക്സ്റ്റ്, ഡാഷ് അവർ ടീം ഹാസ് വോൺ ദ വേൾഡ് കപ്പ് ദിസ് ടൈം. ഡാഷ്, വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയമാണ്. അപ്പം വിജയത്തിനെ സൂചിപ്പിക്കുന്ന എന്താണ്? ഹുറേ. ഹുറേ, അവർ ടീം ഹാസ് വോൺ the World Cup this time. Okay, next one is dash. What a fantastic catch. Fantastic, fantastic means wonderful. നല്ലൊരു കാര്യം ചെയ്തതാണ്. അപ്പം ഇവിടെ ഏറ്റവും ഉചിതമായ വേർഡ് എന്ന് പറയുന്നത് wow ആണ്. Wow, what a fantastic catch. Next one, you hit my hand, I feel pain in my hand. നീ എൻ്റെ കയ്യിൽ ഇടിച്ചു, അത് കാരണം എനിക്ക് പെയിന് അനുഭവപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ ഔച്ച് എന്നാണ് പറയുന്നത്. ഔച്ച്, എനിക്ക് വേദനിച്ചു. ഔച്ച്, യു ഹിറ്റ് മൈ ഹാൻഡ്, ഐ ഫീൽ പെയിൻ ഇൻ മൈ ഹാൻഡ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഡാഷ്, എക്സ്ക്ലമേറ്ററി മാർക്ക്, ബോബി യു ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ്. യേ ബോബി യു ഹാവ് വൺ ദ ഫസ്റ്റ് പ്രൈസ് എന്നാണ് ആ സെന്റൻസ് വരിക. Activity 4. We have seen the picture of colorful ribbons falling from the sky. Here is another picture. Look at the picture and describe what you see. അപ്പോൾ നമ്മൾ റെയിൻബോ പീപ്പിൾ സ്റ്റോറിയിൽ റിബൺസ് താഴെ വീഴുന്ന, സ്കൈയിൽ നിന്ന് താഴെ വീഴുന്നതായിട്ട് നമ്മൾ പഠിച്ചു. അപ്പം അതേപോലെ ഈ പിക്ചറിലും ഡിഫറെൻറ്റ് തിങ്സ് ആകാശത്തു നിന്ന് വീഴുന്നുണ്ട്. പിന്നെ ഈ പിക്ചറിൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. In the picture there are many children playing happily in the ground. നമുക്കറിയാം ഇവിടെ കുറേ പിള്ളേര് സന്തോഷത്തോടെ ആർത്തുല്ലസിക്കുന്നത് കാണാം. A boy sitting above a stone is eating ice cream. ഇവിടെ കാണാം ഒരു ബോയ് ഈ കല്ലിന്റെ മേലെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുകയാണ്. Orange dressed girl is holding a necklace. ഈ ഓറഞ്ച് ഡ്രസ് ഇട്ട പെൺകൊച്ച് ഒരു നെക്ലസ് അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പിങ്ക് ഡ്രസ്ഡ് ഗേൾ ഈസ് ഹാവിംഗ് സ്വീറ്റ്സ് ഇൻ ഹെർ ഹാൻഡ്. പിങ്ക് ഡ്രസ് ഇട്ട പെൺകൊച്ചിന്റെ കയ്യിൽ സ്വീറ്റ്സ് ഉണ്ട്. ഡിഫറെന്റ് ഗിഫ്റ്റ്സ് ലൈക്ക് ആപ്പിൾ, കേക്ക്, ഐസ്ക്രീം, റിബൺസ് എക്സെട്ര ആർ ഫോളിംഗ് ഫ്രം ദ സ്കൈ. ഇതിൽ നിന്ന് ശ്രദ്ധിച്ചാലേ നമുക്കറിയാം സ്വീറ്റ്സ്, ഗിഫ്റ്റ്സ്, ഐസ്ക്രീം, കേക്ക്സ് എല്ലാം ആകാശത്ത് നിന്ന് നിലത്തേക്ക് വീഴുന്നുണ്ട്. A monkey is sitting in the tree holding an apple. ഒരു മങ്കി ഈ മരത്തിന്റെ മേലെ ഒരു ആപ്പിളും പിടിച്ചിരിക്കുന്നുണ്ട്. Everyone in this picture is happy. ഈ പിക്ചറിലെ എല്ലാവരും സന്തോഷവാന്മാരാണ്. Activity number 5. Colorful ribbons began to fall from the sky. സ്കൈയിൽ നിന്ന് കളർഫുൾ ആയിട്ടുള്ള റിബൺസ് താഴെ വീഴാൻ തുടങ്ങി. Here word colorful describes the ribbon. ഇവിടെ റിബണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വേർഡാണ് കളർഫുൾ. ഓക്കെ, സം ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആർ ഗിവൺ ബിലോ. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കുറച്ച് താഴെ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ സെന്റൻസസ് ബൈ ചൂസിംഗ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ലിസ്റ്റ്. മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ്സ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഈ സെന്റൻസ് ഫിൽ ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് ബ്രൈറ്റ്, നമുക്ക് മീനിങ് നോക്കാം. ബ്രൈറ്റ്, തെളിച്ചമുള്ളത്. സാൻഡി, സാൻഡി മണൽ നിറഞ്ഞ. ബിഗ്, വലിയത്. ഷൈനി, തിളങ്ങുന്നു. വാം, ചൂട്. ഓക്കെ, വൺ ഡേ നേഹ ആൻഡ് ഹെർ ബ്രദർ റോഹൻ വെന്റ് ടു എ ഡാഷ് ബീച്ച്. ബീച്ചിൽ സാധാരണ എന്താ ഉണ്ടാവുക? മണ്ണാണ് ഉണ്ടാവുക. അപ്പം മണ്ണ് നിറഞ്ഞ ബീച്ചിൽ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ എന്താ വരിക? സാൻഡി ബീച്ച്. ഓക്കെ, the sky was dash and the water sparkled under the sun. The sky was എന്താണ്? തെളിച്ചമുള്ളതെന്നാണ് നമ്മൾ സ്കൈ പറയുക. Sky was bright and the water sparkled under the dash sun. The dash sun, shiny sun, shiny sun. Okay, they made a dash sand castle and collected dash cells. They made a dash sand castle, big sand castle, and collected what? Warm shells
from the shore. Neha said, "This is the most amazing day ever." Next, find out more describing words from the textbook and write them below. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ റെയിൻബോ പീപ്പിൾ എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ അതിൽ കുറേ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള നിങ്ങൾക്കറിയാവുന്ന വേർഡ്സ് ആഡ് ചെയ്യാം. ഞാൻ കുറച്ചിവിടെ കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ, വാം, ഫ്രഷ്, കളർഫുൾ, റെഡ്, ബ്ലൂ, ഗ്രീൻ, ഹംഗ്രി, ഷൗട്ടിംഗ്, ബ്രൈറ്റ്, glowing, clear, fluttering. Thank you so much. If the video is useful, please like and share with your friends. Thank you so much.